ഇന്റഗ്രേഷൻ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ തിയറി ആയിട്ട് എടുത്തു പോയാൽ പോലും നമുക്ക് ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങളോട് പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാന് ഈ ക്ലാസ്സിന് മുൻപായിട്ട് ലീഗൽ മെട്രോളജിയുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2016, അതായത് ഏകദേശം 10 വർഷം മുന്നേ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ടിട്ട് ഇങ്ങോട്ടേക്ക് 2023 നടന്നതുണ്ട്. അത് ലീഗൽ മെട്രോളജിയുടെ, അല്ലാതെ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കിയ സമയത്ത് ഇന്റഗ്രേഷൻ ഒരു കാരണവശാലും വലിയ അങ്ങോട്ട് ടഫായിട്ട് ചോദിച്ചിട്ടില്ല. വളരെ ബേസിക് ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ആ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ചിന്തിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എങ്ങനെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാം നമുക്ക് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലീഗൽ മെട്രോളജി, ഡയറി ഫാം, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, പിന്നെ ഏതാ ഞാൻ എടുത്തത്, റിസർച്ച് ഓഫീസറിന്റെ എടുത്തു. പക്ഷെ അതിനകത്ത് വലിയ കാര്യമായിട്ട് എനിക്ക് കിട്ടിയില്ല. എങ്കിലും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ടാണ് ഞാൻ ഇന്ന് നമ്മൾ ലൈവ് കയറുന്നത്. സോ നമ്മുടെ മുന്നിലുള്ള സിറ്റുവേഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനകത്ത് ഉള്ള അതേ ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിനപ്പുറത്തേക്ക് പോവില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാണുമ്പോ എപ്പോഴും നമുക്ക് ഈ സ്ക്വയർ ഒക്കെ വരുമ്പോ വല്ലാത്തൊരു ഒരു എന്നൊരു അരോചകമായിട്ട് തോന്നും. സോറി, പക്ഷെ സോറി, വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യൂ. ട്രൈ ചെയ്തതിന് ശേഷം ഞാനൊരു വളരെ കുറച്ച് സമയം തരാം. ഓക്കെ, വളരെ കുറച്ച് സമയം തരുന്നുള്ളൂ. അതിനകത്ത് ചെയ്യാൻ നോക്കൂ. കിട്ടുന്നില്ലെങ്കിൽ വേഗം മെസ്സേജ് മീൻസ് കമന്റ് ഇടുക. അപ്പൊ ഞാൻ ചെയ്തു തുടങ്ങാം. അതർവൈസ് നിങ്ങൾക്ക് ഞാനൊന്ന് ടൈം തരികയാണ് കേട്ടോ ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഒരാൾക്ക് ആൻസർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആൻസറിലേക്ക് പോവാം കേട്ടോ. നോക്കിക്കോളൂ, √5 + x² ആണ്. താഴെ വന്നിട്ട് x⁴ ആണ്. അപ്പൊ നോർമലി നമ്മുടെ ബേസിക് ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, റൂട്ടിനകത്തുള്ള ആളെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, എന്താ പറയുക, യു ആയിട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുക. അപ്പൊ ഇതിലൊരു ചെറിയൊരു വ്യത്യാസം കൂടി ചെയ്യുക. എന്താന്ന് വെച്ചാൽ ഇവിടെ താഴെ ഒരു x⁴ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസറിൽ ഒന്നും ഒരു x⁴ ഇല്ലാത്തതുകൊണ്ട് അതെന്തായാലും ഡിവൈഡ് ചെയ്ത് പോകണം. സോ ഞാൻ x² പുറത്തെടുക്കുന്നു. സോ വി ഗെറ്റ് 1/5/x² divided by x⁴. ഓക്കെ, സോ √1 + 5/x². എനിവേ എങ്ങനെയല്ല കേട്ടോ, 5/x² + 1 ആയാലും കുഴപ്പമില്ല, = x² വന്നു. സോ ഞാൻ u = 1 + 5/x² കൊടുക്കുന്നു. അപ്പൊ du/dx എന്ന് പറഞ്ഞാല് 0. ആക്ച്വലി ഇതെന്താണ്, 1 + 5x⁻² ആണ്, +5 × -2 × x⁻³ വരും. ദാറ്റ് ഈസ് -10x³ എന്ന് വരും. ഓക്കെ, സോ x² പുറത്തെടുക്കാൻ പറ്റില്ല, x അല്ലേ പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ x³ അല്ലേ വരുള്ളൂ. ഞാൻ x² പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ടിനകത്ത് x² പുറത്തെടുക്കുമ്പോൾ അത് x അല്ലേ ആവാ. ഞാനിവിടെ എഴുതിയല്ലേ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു. സോ
ഡി നമുക്ക് വേണ്ടത് ഡി എക്സ് ആണ് അല്ലെ, അതായത് 1/x³ dx ആ വേണ്ടത്. അപ്പൊ du by -10 എന്ന് പറയുന്നതാണ് dx/x³ ആവുന്നത്. സോ വി ക്യാൻ റീറൈറ്റ് the integral √5 + x² divided by x⁴ dx as എങ്ങനെ എഴുതാം നോക്കൂ, ഇന്റഗ്രൽ u⁻², അല്ലെ, u⁻², into du by -10, that is -1/10 u⁻³ 1/2 + 1 നമുക്കറിയാലോ, ഇന്റഗ്രൽ x⁻n, ഇന്റഗ്രൽ x⁻n ഈക്വൽ ടു x⁻n + 1/n + 1 + c ആണ്. സോ 1/2 + 1 3/2 3/2 + c എന്ന് വരും. ദാറ്റ് ഈസ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താ വരിക, -2/10 × 3 u⁻³ എന്ന് പറയുമ്പോൾ 1 + 5/x² 3/2 + c, which is equal to -1/15 1 + 5/x² 3/2 + c, which is our option C. Clear? മനസ്സിലായോ? Is it clear? Okay അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇത് 2016 ചോദിച്ച ചോദ്യമാണേ. എവിടെന്നാ പറയണ്ട സ്വാതി? ഏത് ഭാഗം ക്ലിയർ ആവാത്ത? ആദ്യം തൊട്ട് പറയണോ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്ന് വെച്ചാൽ ഈ സ്ക്വയർ റൂട്ടിനകത്തു നിന്നുള്ള ആളെ എടുത്തിട്ട് u ആയിട്ട് കൊടുത്തു. 5/x² എന്ന് പറഞ്ഞാൽ 1 + 5x⁻² എന്നുള്ളതാണ്. അപ്പൊ ഇനി du/dx, കാരണം ഇതിനകത്ത് dx ഉണ്ട്, ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനിയുള്ളത് dx/x⁴ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്ത് വന്നു, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1ന്റെ ഡിഫറൻഷിയേഷൻ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, x⁻² എന്ന് പറയുമ്പോൾ -2 × x⁻² -2 - 1 which is x⁻³ that is -10/x⁻³ എന്ന് വരും. ഓക്കെ, അപ്പൊ du/-10 നമുക്ക് dx/x³ എന്ന് എഴുതാം. അതിനെ മൊത്തം ഈ ഇന്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് √5 + x² എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, u⁻² എന്ന് കൊടുത്തു. എന്നിട്ട് സാധാരണ പോലെ u⁻² എന്ന് പറഞ്ഞാൽ എന്താ, u⁻² + 1 / 1/2 + 1, ദാറ്റ് ഈസ് u⁻³ 3/2 / 3/2 എന്ന് പറഞ്ഞു. ക്ലിയർ ആയോ സ്വാതി? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, the area of the curve y = sin x between x = 0 and x = π is. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, വളരെ പെട്ടെന്ന് ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്യൂ. ഈ ക്വസ്റ്റ്യനില്ലേ ശരിക്കും ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ല. ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല കേട്ടോ ഡിലീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. നമുക്കിനി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാ, ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഗ്രാഫ് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. sin x ആണ്, sin 0 എന്ന് പറയുന്നത് എന്താണ്, 0 തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ π/2 വരും അല്ലെ, 0 π/2. sin π/2 നമുക്ക് 1 ആണ്. എഗെയിൻ π/2 കഴിഞ്ഞ് ഇവിടെ π ആണ്, sin π 0 ആണ്. അപ്പൊ ആക്ച്വലി sin x എന്ന് പറയുമ്പോൾ
ഇതില് എക്സ് ഈക്വൽ ടു പൈ, എക്സ് ഈക്വൽ ടു പൈ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ y ആക്സിസ് തന്നെയാണ്. എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. സോ ദിസ് ഈസ് അവർ കർവ് സൈൻ എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈൻ എക്സ് എന്നുള്ള കർവ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാം, ഇന്റഗ്രൽ a ടു b y dx ആണ്. ഹിയർ ഇന്റഗ്രൽ 0 ടു പൈ സൈൻ എക്സ് dx വരും, which is equal to minus cos x 0 to pi, that is minus cos pi minus cos 0, which implies minus 1 minus of minus 1 minus 1. That is 1 plus 1 equal to 2. So the correct answer is 2. Okay. Correct answer is 2. സോ ഇതേ ടൈപ്പിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. ഇതുപോലെ ഗ്രാഫ് വരച്ച് ചെയ്യൂ കേട്ടോ. ഗ്രാഫ് വരച്ച് ചെയ്താലേ ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, ഈ ഗ്രാഫ് എത്ര പേര് വരച്ചു നോക്കട്ടെ കേട്ടോ. എത്ര സമയം തരാൻ പറ്റില്ലേ. കോസ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് 0 ഈക്വൽ ടു 1 ആണ്. സോ ദിസ് ഈസ് അവർ പോയിന്റ്. ദെൻ പൈ ബൈ 2 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. പിന്നെ പൈ എന്ന് പറയുമ്പോൾ -1 ആണ്. ദിസ് ഈസ് അവർ -1. സോ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇവിടുത്തെ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു പൈ, എക്സ് ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക ലൈൻ. ഓക്കെ, ഇങ്ങനെ കേർവ് ആയിട്ടാ വരിക. ദിസ് ഈസ് അവർ റിക്വയർഡ് ഫിഗർ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗവും ഇതൊരു ഡിക്രീസിങ് ആയിട്ടാ വരുന്നത്, നെഗറ്റീവ് ആയിട്ടാ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഒരിക്കലും ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 ടു പൈ കോസ് എക്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പോസിബിൾ അല്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, ഒന്ന് 0 ടു പൈ ബൈ 2 വരെ ചെയ്യാം. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പൈ ബൈ 2 ടു 0 വരെയും ചെയ്യാം. സോ കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. 0 ടു പൈ ബൈ 2 പ്ലസ് സൈൻ എക്സ് ഫ്രം പൈ ബൈ 2 ടു പൈ. ഓക്കെ, ദാറ്റ് ഈസ് sin pi by 2 minus sin 0 plus sin pi minus sin pi by 2. അല്ലേ? ഇവിടെ മൈനസ് വരും കേട്ടോ. കോസ് എക്സ് മൈനസ് ആണ് വരുന്നത്. അതായത് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടല്ലേ വരുന്നത്. നെഗറ്റീവ് താഴോട്ട് വരുന്നതുകൊണ്ട് ഇവിടെ മൈനസ് കോസ് എക്സ് എന്ന് കൊടുക്കണം. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് ഓഫ് എന്ന് വരും. ദാറ്റ് ഈസ് 1 minus 0 minus 0 minus 1. That is 1 plus 1 equal to 2, which is our option A. Which is our option A. അതെ, പൈ ബൈ 2 ടു പൈ. ക്ലിയർ ആയോ? ചെയ്തത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. ഓക്കെ അല്ലേ? ഗ്രാഫ് ഒന്നുമില്ല, പേടിക്കേ വേണ്ട. നിങ്ങൾ ഒന്ന് നോക്കുക. നമുക്ക് ശരിക്കും നമുക്ക് അറിയുന്ന പോയിന്റ്സ് വെച്ച് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഒക്കെ വരയ്ക്കില്ലേ. ഇപ്പൊ x+3 = 5യുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു x+y = 6. x+y = 6 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുക, എക്സിന് 0 ഇട്ട് കൊടുക്കും, അപ്പൊ 0 6 വരും. വൈക്ക് 0 ഇട്ട് കൊടുക്കും, അപ്പൊ 6 0 വരും. ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? അതെ, താഴേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതെങ്ങനെ ഇങ്ങനെ ഒരേ ഗ്രാഫ് താഴേക്ക് പോകുമ്പോഴേ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ 30 പഠിക്കുന്നുണ്ട്, 45 പഠിക്കുന്നുണ്ട്, 60 പഠിക്കുന്നുണ്ട്,
പിന്നെ 90 പൈ ഒക്കെ പഠിക്കുന്നത് അല്ലെ, 180 ഒക്കെ പഠിക്കുന്നത്. അപ്പൊ ഈ ആംഗിൾസ് വെച്ച് ചെയ്യാം. സൈൻ 0 കോസ് 0 1 ആണ്, ഇത് 1 ആണ്. എപ്പോഴും നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിലെ ആംഗിൾസും വൈ ആക്സിസിലെ പോയിന്റ്സ് 0 1 2 3 4 അങ്ങനെ പോളൂ. നമുക്കറിയാം സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും മാക്സിമം 1 വരെ പോളൂ. അപ്പൊ അതുകൊണ്ട് കോസ് 0 1 ആണ്, ബട്ട് കോസ് പൈ ബൈ 2 ഈസ് 0. ദെൻ കോസ് പൈ, ഇത് കോസ് പൈ ആണ്, ഇത് 0 ആണ്. കോസ് പൈ വരുമ്പോ അത് -1 വന്നു. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇവിടെ എന്താണ്, ഇങ്ങനെ ഇത് പോസിറ്റീവ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്, ഇത് പോസിറ്റീവ് ക്വാഡ്രന്റിലും ഇത് നെഗറ്റീവ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് കോസ് എക്സ് എടുത്തത്. ക്ലിയർ ആയോ നന്ദന, സ്വാതി? ഓക്കെ, ഇനി അടുത്തത് ദ പാരാബോളിക് y equal to 2 root x revolved around x-axis. The volume of solid of revolution is. ആക്ച്വലി ഇത് ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയൊരു ഭാഗമായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴാണ് എടുത്തത്. അപ്പൊ എനിക്ക് ആകെ വല്ലാത്തൊരു ടെൻഷൻ, ഈശ്വര ഞാൻ ഇത്രയും വലിയൊരു കാര്യം പഠിപ്പിക്കാതെ പോയല്ലോ എന്ന്. പിന്നെ വീണ്ടും സിലബസ് എടുത്ത് നോക്കിയപ്പോഴാണ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാവുന്ന ഒരു കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ, ഇത് മാത്രം എഴുതി വെച്ചോളൂ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ സിലബസിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് വോളിയം ഓഫ്, എന്താ ക്വസ്റ്റ്യൻ നോക്കൂ, വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സിലബസിലുള്ളത്. ഇത് 2 ടൈപ്പ് ഉണ്ട്. എന്താണ്, ഇതുപോലെ റിവോൾവ് അറൌണ്ട് എക്സ് ആക്സിസും ഉണ്ട്, അറൌണ്ട് വൈ ആക്സിസും ഉണ്ട്. ഓക്കെ, അറൌണ്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ വോളിയം ഈക്വൽ ടു പൈ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന രീതിയിൽ തരികയാണെങ്കിൽ, ഓക്കെ, അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, സോ എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇനി അറൌണ്ട് വൈ ആക്സിസ് ആണെങ്കിൽ v എന്ന് പറയുന്നത് സെയിം പൈ ആണ്, ലിമിറ്റ് നമുക്ക് വേറെ കൊടുക്കുക, എയും ബിയും തന്നെ വേണമെന്നില്ലല്ലോ. അപ്പൊ ജി ഓഫ് വൈ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ആയിരിക്കും, ഹോൾ സ്ക്വയർ വൈ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ, ഇതാണ് അതിന്റെ ഫോർമുല. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, അറൌണ്ട് എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഇതിൽ ഏത് ഫോർമുല ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, ഏത് ഫോർമുല ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാം? അതെ, ഫസ്റ്റ് വൺ. അപ്പൊ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ, ഇവിടത്തെ എ ടു ബി എന്ന് പറയുന്നത് 1 to 2 ആണ്. എന്താ, പൈ v ഈക്വൽ ടു പൈ ഇൻറ്റു 2 root x ന്റെ സ്ക്വയർ ഡി എക്സ്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ഇന്റഗ്രൽ 1 to 2 4x dx, which implies 4 pi into x square by 2 the whole square, അല്ല x square by 2. So 2 pi into x square എന്ന് പറയുമ്പോൾ 4 minus 1, that is 6 pi, which is our option. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ, ഒന്ന് നോക്കണേ. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടും 2 വശത്താക്കിയിട്ട് ചുമ്മാ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് തന്നെയാണ് ഈ ടൈപ്പ്. ഓക്കെ, ആൻസർ വന്ന സ്ഥിതിക്ക് ഞാൻ ആൻസർ ചെയ്യാം. അപ്പൊ ഇവിടെ ഡി വൈ ബൈ, ഫസ്റ്റ് ഞാൻ എഴുതാട്ടോ, ഇവിടെ dy by dx equal to e raised to x plus 2y എന്നാണ്. സോ which implies dy by dx equal to
e raised to x into e raised to 2y ആണ്. That means e raised to നിങ്ങൾ dy by e raised to 2y equal to e raised to x dx എന്ന് വന്നു, which implies e raised to minus 2y dy equal to e raised to x dx വന്നു. So integrate e raised to minus 2y dy equal to integral e raised to x dx. That is equal to e raised to minus 2y by minus 2 equal to e raised to x plus c, which implies e raised to x plus e raised to 2 minus 2y by 2 equal to c എന്ന് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെ അല്ലെങ്കിൽ ഓപ്ഷൻ എങ്ങനെ കിടക്കുന്നോ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം. ഇതിൽ വലിയ ഡൗട്ട് ഒന്നും വരാനില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following equations has y equal to x square has one of its particular solution? കഴിഞ്ഞോ? സെയിം ഇതേപോലെ തന്നെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ നമ്മൾ കാണേണ്ടത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ dy ബൈ ഡി എക്സ് കണ്ടു, അത് 2x ആണ്. d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടു, അത് 2 ആണ്. ഇതിൽ ഏത് ചെയ്താൽ 0 കിട്ടുന്ന വെച്ചാൽ ഓപ്ഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോക്കിക്കേ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ, സോ എക്സ് ഇൻറ്റു 2x, എക്സ് ഇൻറ്റു 2x minus x into 2 minus 2x equal to 0 ആണ്. So option B is the correct answer. Okay, ഇതിപ്പോ ഇത്ര ചെയ്യാം സ്പേസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The area bounded by the curve y equal to mod x minus 1 and y equal to minus mod x plus 1. ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി എന്താണെന്നറിയോ? മോഡ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? മോഡ് എക്സിന്റെ ഗ്രാഫ്, രണ്ടിന്റെ ഗ്രാഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാഫ് വരച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. വെറുതെ ഗ്രാഫ് വരച്ചു നോക്കുക കേട്ടോ. ഗ്രാഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാഫ് കിട്ടിയോ? മോഡ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി മോഡ് എക്സ് എന്ന് പറഞ്ഞാല് എക്സ് ആയിട്ട് നമ്മൾ പഠിച്ചത്. പക്ഷെ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓർ മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ സെറ്റ് തിയറിയിൽ വെച്ച് പഠിക്കുന്നത്. സോ ഇത് 1 ആണെങ്കിൽ 1 തന്നെയാണ്, -1 ആണെങ്കിൽ -1 ആണ്, 2 ആണെങ്കിൽ 2 ആണ്, -2 ആണെങ്കിൽ -2 ആണ്. സോ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. അതായത് നമ്മുടെ മോഡ് എക്സിന്റെ ആയിട്ടോ ഞാൻ പറയുന്നത്, മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മോഡ് എക്സ് -1 ആണ്. സോ ഗ്രാഫ് എന്ന് പറയുന്നത്
സീറോ കൊടുത്തു. 0 - 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 0 - 1 -1 ആണ്. അതായത് സീറോ കൊടുക്കുന്ന എക്സിന് സീറോ കൊടുക്കുമ്പോൾ ആൻസർ -1 വരും അല്ലേ? ഇനി 1 കൊടുക്കുമ്പോൾ ആൻസർ എന്താ വരിക? 1 - 1 0 വരും. 1 വരുന്ന സമയത്ത് 0 വന്നു. 2 കൊടുക്കുന്ന സമയത്ത് 2 - 1 1 വരും. ഇനി -1 കൊടുക്കുന്ന സമയത്ത് -1 -1 ആണ് വരിക. സോ ദാറ്റ്സ് ഓൾസോ 0 തന്നെയാണ്. ഇങ്ങനെ വന്നു. സോ ദ ഗ്രാഫ് ഓഫ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണേ. ഞാൻ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് അവർ മോഡ് എക്സ് -1. നെഗറ്റീവ് ഓഫ് മോഡ് എക്സ് -1 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ആള് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഈസ് അവർ 10. ദിസ് ഈസ് അവർ -10. നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടിയില്ലേ? ഗ്രാഫ് മനസ്സിലായോ? ഞാൻ വരച്ച ഗ്രാഫ് മനസ്സിലായോ? എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടി അല്ലേ? അപ്പൊ ആക്ച്വലി ഇവിടെ നോക്കിക്കേ, ഈ നമുക്ക് വേണ്ടത് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = mod x -1 and y = -mod x -1. So this is the shaded portion. Area of the shaded portion is we need to calculate. Okay. So ആക്ച്വലി ആ ഷെയ്ഡഡ് റീജിയൻ ഏത് ഷേപ്പിലാണ് കിടക്കണം? ഞാൻ വരച്ച് നോക്കിയിട്ട് പറയണ്ട, ലോജിക്കലി നിങ്ങൾക്ക് അത് ഏത് ഷേപ്പായിട്ടാ തോന്നുന്നു? മിസ് വരച്ച കണ്ടപ്പോ ഏതോ ഒരു ക്വാഡ്രിലാറ്ററൽ പോലെ എന്നൊക്കെ പറയരുത്. ഞാൻ വരച്ചൊരു സ്കെയിലും പെൻസിലും ഒരു ഗ്രാഫ് പേപ്പറിൽ വരച്ചാൽ ഓക്കെ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ എന്ത് ചെയ്യാം? വെരി ഗുഡ്, വെരി ഗുഡ്. റോംബസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ? അതെ, സ്ക്വയറിനേക്കാളും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ എളുപ്പമുള്ള കാര്യം റോംബസ് ആണ്. സോ ദിസ് ഈസ് ദ റോംബസ്. സോ ഏരിയ ഓഫ് റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് d1 d2 ആണ്. എന്തിനാണെന്നറിയോ ഞാൻ റോംബസ് ആക്കിയത്? അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. d1 എന്ന് പറഞ്ഞാല് ഇതാണ് ഡയഗണൽ 1, ദിസ് ഈസ് അവർ ഡയഗണൽ 2. -1 തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? -1 തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? 0 1ഉം ഇത് 0 -1ഉം ആണ്. ഇതും ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. സോ ഹാഫ് 2 × 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2, വിച്ച് ഈസ് അവർ ഓപ്ഷൻ സി. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ കാണുമ്പോ ഭീകരനായി തോന്നുകയാണെങ്കിൽ പോലും നമുക്ക് ഇതെങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം? ഏത് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും? ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പിന്നെ 2 ട്രയാങ്കിൾ ആയിട്ട്. ഒരു ക്വാഡ്രന്റ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? 4 × ½ BH വരും. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. 4 × 1/2 × 1 × 1 വരും. അപ്പോഴും 2 തന്നെ വരും അല്ലേ? ആൻസർ സെയിം ആണ് എങ്ങനെ ചെയ്താലും. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യൂ. ഞാൻ വേണമെങ്കിൽ ഹിന്റ് തരാം കേട്ടോ. കോട്ടെക്സ് എന്നുള്ളതിനെ നിങ്ങൾ കോസിന്റെയും സൈനിന്റെയും ടേംസിലേക്ക് മാറ്റി എഴുതിക്കോളൂ. ഞാൻ ആദ്യമേ ഹിന്റ് തന്നു, നിങ്ങൾ ഇനി ആലോചിച്ച് സമയം കളയണ്ടെന്ന് വെച്ചിട്ട് കോട്ടെക്സിനെ കോസെക്സ് ബൈ സൈൻ എക്സ് എന്നുള്ള രീതിയിൽ റീറൈറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ, ആൻസർ കിട്ടും.
കിട്ടിയോ? ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങാം. അയ്യോ സോറി, ഇവിടെ നിന്ന് തുടങ്ങാം. കോട്ടെക്സ് ബൈ 1 + കോട്ടെക്സ് ആണ്. അത് നമുക്ക് ആക്ച്വലി ഒരു ഐഡന്റിറ്റി ആവശ്യമുണ്ട് കേട്ടോ. ഐഡന്റിറ്റി അല്ല കേട്ടോ, പ്രോപ്പർട്ടി ആണ്. ഇത്രയെങ്കിലും കിട്ടിയോന്നൊന്ന് പറയണം. ഒരു മിനിറ്റ്. എന്നിട്ട് അപ്പൊ ഇതുവരെ കിട്ടിയല്ലോ അല്ലെ? അപ്പോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? അപ്പൊ I = 0 to π/2. സോറി കേട്ടോ, എന്റെ മോന്റെ ഫ്രണ്ടാണ്. നാളെ എക്സാം കുട്ടികൾക്ക് ക്വാർട്ടർലി എക്സാം ക്വാർട്ടർലി എക്സാം നടക്കുക. അപ്പൊ തലേന്നാണ് എല്ലാരും വിളിച്ച് പോർഷൻസ് ചോദിക്കുന്നത്. എന്റെ കൺവെൻഷൻ പോയി, സോറി കേട്ടോ. അപ്പൊ cos x / sin x + cos x എന്ന് വന്നു. ഓക്കെ, ഈ ഒരു ഐഡന്റിറ്റി നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇപ്പൊ 0 to π/2 f of a, അല്ലെങ്കിൽ 0 to സംതിങ് f of x, അല്ലെങ്കിൽ 0 to a f of x ആണെങ്കിൽ ആക്ച്വലി അത് 0 to a f of a - x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എപ്പോ ട്രിഗ്നോമെട്രിക് ആണെങ്കിൽ കേട്ടോ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറയൂ? ഇന്റഗ്രൽ 0 to π/2 cos π/2 - x divided by sin π/2 - x plus cos π/2 - x. ഇതും I ആണ് കേട്ടോ. So which implies integral 0 to π/2 sin π/2 divided by cos x sin π/2 അല്ലല്ലോ വരിക, sin x അല്ലേ വരിക. cos π/2 - x എന്താ? sin x അല്ലേ? സോ cos x plus sin x എന്ന് വന്നു. അപ്പൊ ഇതും I ആണ്, ഇതും I ആണ് കേട്ടോ. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്താൽ എന്ത് വരും നോക്കൂ? 2I = 0 to π/2 cos x / sin x plus cos x plus 0 to π/2 sin x / sin x plus cos x, which implies 0 to π/2 sin x plus cos x divided by sin x plus cos x dx, which is equal to integral 0 to π/2 dx, that is x 0 to π/2, which implies π/2 - 0, that is 2I = π/2. I എന്ന് പറയുന്നത് എന്താണ്? π/4 വരും. π/4 π/4. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി π/4. ക്ലിയർ? ഓപ്ഷൻ സി π/4. കിട്ടിയില്ലേ? ഇത് മനസ്സിലായോ? ഇനി വേറൊരു കാര്യം പറഞ്ഞ കേട്ടോ, ഇത് നിങ്ങൾക്ക് ടാൻ ആയിട്ടും ചോദിക്കും. എങ്ങനെയാ? 0 to π/2 tan x / 1 + tan x ഉം ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴൊക്കെ ഇതേ രീതിയിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഓർത്ത് വെച്ചോളൂ, 0 to π/2 ആണെങ്കിൽ എപ്പോഴും 0 to π/4 ആൻസർ ആയിട്ട് വരിക. ആ മെത്തേഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് കിട്ടാത്തത്. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഒരു 85%, 90% എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ 85% നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഏത്? ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന, വിത്തൗട്ട് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി കൂടി ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാല് ഞാൻ പറയാം. ഇന്റഗ്രൽ
0 to അല്ല -a to a f of x ആണെന്ന് വിചാരിക്കാം. ഇത് 0 ആയിരിക്കും എപ്പോ f of x ഓഡ് ആണെങ്കിൽ. ഓക്കെ, ഇത് 2 into integral 0 to a f of x ആയിരിക്കും എപ്പോ f of x ഈവൺ ആവുമ്പോ. ഓക്കെ, അപ്പൊ ഇനി ഓഡും ഈവണും എപ്പോഴാണ്? ഓഡ് എന്ന് പറഞ്ഞ അപ്പൊ സൈൻ എക്സ് ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം സൈൻ ഓഫ് മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ആണ്, ബട്ട് കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആണ്. സോ ഓഡ് ഫംഗ്ഷൻ പറഞ്ഞാൽ മനസ്സിൽ വെക്കേണ്ട ആള് നമ്മുടെ സൈൻ തന്നെയാണ്. ടാൻ വരുമ്പോഴും ഓഡ് തന്നെയാണ്. കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കോ വരുമ്പോൾ മാത്രമാണ് ഇത് ഈവൺ ആവുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമുക്കിത് 2 വെച്ച് ചെയ്യാം. മറ്റേത് വിത്തൗട്ട് എനി കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഡയറക്ട്ലി ആൻസർ എഴുതാം 0 എന്നുള്ളത്. പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഈ ഒരു ഫോമുലയും ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഒരു 80% ഒക്കെ നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലോ അല്ലെങ്കിൽ ഇന്റഗ്രൽസ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ 2 ഫോർമുലാസ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? പ്രോപ്പർട്ടീസ്, നോട്ട് ഫോർമുലാസ്, ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അത് ഓർത്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് ആണിത്. ഇത് പിന്നീട് നോക്കുമ്പോൾ അത് എന്താന്ന് അറിയാതിരിക്കണ്ട. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ മാത്സ് ചെയ്യാൻ? എന്തെങ്കിലും കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ? $20 മാർക്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര? ഇപ്പൊ മോഡൽ എക്സാം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഓക്കെ പോട്ടെ. 20 ഏകദേശം എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും? $12 to $15 കിട്ടുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല, നല്ല മാർക്കാണ്. ഞാൻ പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത് കേട്ടോ. ഇത് കിട്ടിയോ? ഇത് ഏതാണെന്നറിയോ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിന്റെ വേറൊരു റീസൺ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എന്താ പറയാ ലീഗൽ മെട്രോളജിയിൽ ചോദിച്ചല്ലോ, ഡയറി ഫാമിലാണോ സംശയം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രോബ്ലം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചില സമയത്ത് നമുക്ക് പോയിന്റ്സ് തരും. അങ്ങനെ വരുമ്പോ പോയിന്റ്സ് ഇട്ട് കൊടുത്തിട്ട് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, എന്നിട്ട് കോൺസ്റ്റന്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. dy/dx ഈക്വൽ ടു x + 2/y ആണ് കേട്ടോ. That is y dy equal to x + 2 into dx. So integrate on both sides. Therefore, y²/2 equal to x²/2 plus 2x plus 6. Okay, that is x² minus y² plus 4x എന്തോ പ്ലസ് c ഈക്വൽ ടു 0. 2c ആയാലും കുഴപ്പമില്ല, പ്ലസ് c ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പൊ c ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പ്ലസ് ഇതിങ്ങനെ കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് @02 ആണ്. അപ്പൊ @02 പറയുമ്പോ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 2 ആണ്. അപ്പൊ 0 - 2² plus 4 into 0
പ്ലസ് സി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 4 into c. Minus 4 plus c equal to 0, c equal to 4. That is x square minus y square plus 4x plus 4 equal to 0, which is our option B. Okay അല്ലേ? കാരണം ഞാൻ അവസാനം കൊടുത്താൽ മതി ഡി എന്ന് പറയുന്ന, അല്ല ഓപ്ഷൻ എന്താ പറയുക, കോൺസ്റ്റന്റ് അവസാനം കൊടുത്താൽ മതി. അടുത്തത് നോക്കിക്കേ. കിട്ടിയോ? ആൻസർ കിട്ടിയാ പറയണേ. ഫിഗർ വരച്ചു നോക്കിയോ നിങ്ങള്? നമുക്കറിയാം, എന്നോട് ഈയിടെ ആരോ എന്നോടൊരു പരാബോളയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാ വരയ്ക്കാന്ന് വെച്ചിട്ട്. 4 ടൈപ്പ് പരാബോളയുള്ളത്. ഒന്ന് ഇത് y സ്ക്വയർ ഈക്വൽ ടു 4ax, അതായത് ഇവിടെ a0 എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് വരിക. ഇവിടെ എന്ത് വരും? ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -a വരും. ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ, ഇത് -a0 എന്നുള്ളത് ഫോക്കസ് ആയിട്ട് വരും. ഇവിടെ x ഈക്വൽ ടു പ്ലസ് a എന്നുള്ള ഡയറക്ട്രിക്സ്, ദാറ്റ് ഈസ് y സ്ക്വയർ ഈക്വൽ ടു -4ax. പിന്നെ ഇവിടെ വരാൻ പോകുന്ന ആളെന്ന് പറയുന്നത് x സ്ക്വയർ ഈക്വൽ ടു 4ay. സോ y ഈക്വൽ ടു -a എന്നുള്ളതാണ് ഡയറക്ട്രിക്സ്. അടുത്തത് x സ്ക്വയർ ഈക്വൽ ടു -4ay ആണ്. അപ്പൊ y ഈക്വൽ ടു a എന്നുള്ളത് വരും. ഓക്കെ, ഇതാണ് 4 ടൈപ്പ്. സോ ഇവിടത്തെ ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ y സ്ക്വയർ ഈക്വൽ ടു 4x പിന്നെന്തായിരുന്നു y ഈക്വൽ ടു x ആണ്. സോ ഞാൻ വരയ്ക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 4a ആണ്. 4a എന്ന് പറയുന്നതാണ് നമ്മുടെ 4, a എന്ന് പറയുന്നത് 1 വന്നു. സോ 1 0 എന്നതാണ് നമ്മുടെ ഫോക്കസ്. ദിസ് ഈസ് അവർ പരാബോള.
പിന്നെ y ഈക്വൽ ടു എക്സ് ആണ്. y ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ 0 0 വന്നു. 1 ആകുമ്പോ 1 തന്നെയാ വരിക. 2 ആകുമ്പോ 2 വരും. സോ ഇങ്ങനെയാണ് നമ്മുടെ y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ വരിക. ദിസ് ഈസ് അവർ y ഈക്വൽ ടു എക്സ്, ദിസ് ഈസ് അവർ y സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പൊ നമുക്ക് ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഞാൻ വരച്ച ഫിഗറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും ക്ലിയർ ആയി? അപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ. ഈ ആളില്ലേ, നോക്കിക്കേ, ഈ ഗ്രാഫ് ഇതാണ് നമ്മുടെ മുകളിൽ കിടക്കുന്ന ഗ്രാഫ്, ഇതാണ് താഴെ കിടക്കുന്ന ഗ്രാഫ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യാ? ഇതാണ് വലിയ കേവ്, ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ കേവ്. അപ്പൊ ഇത് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വലിയ കേവിന്ന് ചെറുത് മൈനസ് ചെയ്യാണ് വേണ്ടത്, അല്ലെ? ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ്. ഇവിടെ 0 0 വന്നു. ഇവിടെ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? ഒന്ന് പറയൂ. y സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. സോ y സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4x ഈക്വൽ ടു 0. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 4. രണ്ട് പോയിന്റ്സിലാണ് അത് കോയിൻസൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് കോയിൻസൈഡിങ് പോയിന്റ് ഉണ്ടെന്ന് കിട്ടി. അപ്പൊ ഒന്ന് 0 0 ആണെങ്കിൽ അടുത്തത് ആരായിരിക്കും? 4 4 ആണ്. കാരണം എന്താന്ന് വെച്ചാല് എക്സും വൈയും ഈക്വൽ ആണ്. രണ്ട് പോയിന്റ്സ് കിട്ടി. അപ്പൊ വി നീഡ് ടു ഫൈൻഡ് ഇന്റഗ്രൽ 0 to 4 ദ ബിഗർ കർവ് മൈനസ് സ്മോളർ കർവ്. അപ്പൊ ഇവിടത്തെ ബിഗർ കർവ് എന്ന് പറയുന്നത് y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4x വരും. ദാറ്റ് ഈസ് √2x. ദാറ്റ് ഈസ് √2x മൈനസ് ഇവിടത്തെ y x ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് √2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ അല്ല √2. എന്തൊക്കെയാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അരിത്തമെറ്റിക് ഒക്കെ ഞാൻ തെറ്റിക്കും. √2x ആണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കണേ. ഞാൻ ഇതുവരെ എഴുതിയതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇത്ര നേരം എഴുതിയതില് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? ഏത് അശ്വതി? എവിടെന്നാ പറയണ? ഇന്റർവെല്ലോ? എവിടെന്ന് എവിടെ വരെയാണെന്നോ? അത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാ ഒരു എൻഡ് പോയിന്റ് കാണാം? നമുക്കിപ്പോ നമ്മളൊരു അളവ് എടുക്കുകയാണ്. നമ്മുടെ റൂമിൽ ഒരു മുറിയുടെ അളവ് എടുക്കുകയാണ്. മുറിയുടെ അളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോ നമ്മൾ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള 3 ചുമരുകൾ ഉണ്ടാവും, അല്ലെ? 4 ചുമരില് 3 ചുമരും ക്ലോസ്ഡ് ആയിരിക്കും. ഒരു ചുമരിന്റെ ഒരു കാൽഭാഗം, ഡോറുള്ള ഭാഗമായിരിക്കും ഓപ്പൺ. അപ്പൊ നമ്മൾ ആ 3 ചുമരുള്ളവിടെയാണ് നീളവും വീതിയും കൃത്യമായിട്ട് അളക്കുക, അല്ലെ? അതേപോലെ എപ്പോഴും ഇപ്പൊ ഇവിടെ ആണെങ്കിൽ വേറെ ഫിഗർ ഏതാണ് നമ്മൾ കണ്ടത്? വേറൊരു ഫിഗർ നമ്മൾ വരച്ചില്ലേ? ഇവിടെ നോക്കൂ, ഈ ഫിഗർ ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ വെച്ച് ചെയ്യാം. ഇവിടെയാണെങ്കിലും ഇന്റഗ്രേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ 4 ഇൻറ്റു ഇന്റഗ്രൽ എന്നൊക്കെ പറഞ്ഞിട്ട് 0. ഇവിടെ നോക്കിക്കേ, എക്സ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഒന്ന് 1 to 0യും ഒന്ന് 0 to 1 ആണ്. അപ്പൊ y ആണ് 0 to 1ലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് 0 to 1 എന്ന് നമ്മൾ എടുക്കും. ഈ ഫിഗറില് ഇവിടെ 0 0 ആണെന്നും ഈ കോയിൻസൈഡിങ് പോയിന്റ് ആണ് നമ്മൾ ഇവിടെ സാധാരണ പോലെ വൈയുടെ പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കിട്ടുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആണ്, എക്സ് 4 ആകുമ്പോൾ 4ഉം 4ഉം ആണെന്ന് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എക്സിന്റെ ആക്സ് അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റും 0 to 4ലേക്കാണ് മാറുന്നത്, വൈ കോർഡിനേറ്റും 0 to 4ലേക്കാണ് മാറുന്നത്. ഇനി വേണ്ടത് ഈ ഷെയ്ഡഡ് റീജിയൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ സപ്പോസ് ഇവിടെ നിങ്ങൾക്ക് y ഈക്വൽ ടു എക്സ് ഇല്ല എന്ന് വിചാരിക്കും. y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് പരാബോളയുടെ കാണേണ്ടത്. അപ്പൊ പരാബോളയുടെ ആണെങ്കിൽ ചുമ്മാ y സ്ക്വയർ ഈക്വൽ ടു 4x y ഈക്വൽ ടു 2√x മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും.
ക്ലിയർ ആവുന്നുണ്ടോ? y ഈക്വൽ ടു 2√x മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ, പക്ഷെ ഇവിടെ കോയിൻസൈഡ് ചെയ്ത് വന്നോണ്ട് ഇവിടുന്ന് 0 to 4 വരെയാണ്. എന്നിട്ട് ഈ വലിയ കേവിന് ചെറിയ കേവ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം കിട്ടും എന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 into x raised to 1/2 plus 1 by 1/2 plus 1 0 to 4 minus x square by 2 0 to 4. That is 2 into 3/2 വരും, that is 2/3 into x raised to 3/2 whole raised to 0 to 4 minus 4 square by 2 minus 0 വരും. That is 4/3 into 4 കൊടുക്കുമ്പോൾ 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്, 2ന്റെ ക്യൂബ് 8 ആണ്. 8 minus 0 minus 16/2 8 ആണ്. That is 32/3 minus 8 വരും. ചെയ്യുന്ന സമയത്ത് 32 minus 24/3 വരും. That is 8/3, which is our option B. Is it clear? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇന്റഗ്രൽ എക്സ് ഡി വൈ വെച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എക്സിലേക്ക് ആകുമ്പോൾ y²/4 ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തോളൂ. സൗമ്യ ഒന്ന് ചെയ്ത് നോക്കൂ, ഷുവർ ആയിട്ട് കിട്ടും. സെയിം ആൻസർ തന്നെ വരിക കേട്ടോ, മാറ്റമൊന്നും വരില്ല. എക്സ് എടുത്തത് കൊണ്ട് മാറ്റൊന്നും അങ്ങനെയൊന്നും ഇല്ല, കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഇതേപോലെ തന്നെയാണ്, ഒന്ന് ട്രൈ ചെയ്യണേ. കിട്ടുന്നുണ്ടോ? ഫിഗർ കിട്ടിയോ? ഫിഗർ നമ്മൾ ഫിഗർ വരച്ചോ? ഫിഗർ
y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 1 വരും, 2 കൊടുത്താൽ 8 വരും അല്ലേ? 1, 2 കൊടുത്താൽ 8 വരും. അപ്പൊ ഏകദേശം ഈ പെണ്ണുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ പോലും ഏകദേശം എക്സ് ക്യൂബ്. പിന്നെ ഇങ്ങനെ വരിക എക്സ് ക്യൂബ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ y ആക്സിസ് തന്നെയാണ്. y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ്. സോ ദിസ് ഈസ് അവർ y ഈക്വൽ ടു 1. നെക്സ്റ്റ് y ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാല് ഏകദേശം ഇവിടെയാണ് y ഈക്വൽ ടു 8 വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഗർ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ അല്ലേ? സോ y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്സ് y ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എന്താണ് 1, 1 ഇവിടെ 8 അല്ലേ വരുന്നത് അല്ലെ? ഇവിടെ 1, 1, 1, 1, 2, 8 എന്നല്ലേ വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇന്റഗ്രൽ 1 to 8 തിരിച്ചു ചെയ്യണം കേട്ടോ. എക്സ് ഡി വൈ എന്ന് വന്നു. ദാറ്റ് ഈസ് 1 to 8. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ y raised to 1/3 ആണ്. That is y raised to 1/3 dy, which implies y raised to 4/3/4/3 വരും. 1 to 8, that is 3/4 into 8 raised to 4/3 minus 1 raised to 4/3, which is equal to 3/4 into 2 raised to 4 minus 16 വരും minus 1. That is 45/4, which is our option C. ഇല്ല, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ വൈയും നെഗറ്റീവ്. ഞാൻ അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് സെക്കൻഡ് ക്വാർട്ടറിലല്ലേ ബാക്കി മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്വാതി, അത് സെക്കൻഡിലേക്കല്ലേ ഞാൻ സെക്കൻഡ് ക്വാർട്ടറിലല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചെയ്തതില്? എനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞേ വേഗം. ഗ്രാഫ് താഴേക്കല്ലേ? ശരിയാണ്. സോറി. ശരിയാ, ഈ ഗ്രാഫ്. ഓക്കെ. ഇങ്ങനെ വരും. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരിയായില്ലേ ഫിഗറ? താങ്ക് യു. നിങ്ങൾ നന്നായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻസർ പറയണേ.
എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? വേണമെങ്കിൽ ഇതാ 1 + dy/dx ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഈക്വൽ ടു k d²y/dx² ആണ്. അപ്പം ഇത് 2 കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റേസ് ടു 2 കൊടുക്കുക. ദാറ്റ് ഈസ് 1 + dy/dx ഹോൾ സ്ക്വയർ raised to whole cube equal to k d²y/ds² whole square. So ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 2 തന്നെയാണ്. So the answer is option C. Is it clear? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇതും കൂടെ ഒന്ന് ചെയ്യോ, ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറും കൂടിയിട്ട്. പഠിച്ചിട്ടില്ലേ? dy/dx പ്ലസ് py ഈക്വൽ ടു q, p of x into yq of x. ഭയങ്കര സ്പീഡായിപ്പോയല്ലോ. e raised to integral p dx ആണ്, e raised to integral tan x dx ആണ്, that is e raised to log sec x ആണ്. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, സോ sec x അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റുന്ന വേറൊരാളുണ്ട്. ആരാന്നറിയോ? e raised to log sec x ആട്ടോ. ബിക്കോസ് e raised to log x ഈക്വൽ ടു x ആയതുകൊണ്ട്. മൃദുൽ കോസ് ആണോ വരിക? ഇത് ഇവിടെ ഒന്നുകൂടി ഞാൻ പറയട്ടോ. e raised to log cos x or e raised to minus log cos x ആണ് വരിക. സോ either sec x plus c വരാം. ഓക്കെ, അല്ലെങ്കിൽ sec x എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മൈനസ് കോസ് എക്സ് ആ വരിക. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓപ്ഷനിൽ sec x കണ്ടോ, ഇപ്പൊ മൃദുല് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആയ പോലെ ആവും. പക്ഷെ നമുക്ക് ഒരു ആൻസർ അല്ലേ വരാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും അത് ഓർത്ത് വെക്കണേ. e raised to log sec x വരുമ്പോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് either sec x or minus cos x ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ അതിൽ ഏത് വന്നാലും നമുക്കത് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ടാണ് നോക്കിയത്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും മിൽമ നടത്തിയ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നോ? ഞാൻ പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയില്ല, അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ മിൽമ എക്സാം വർഷങ്ങൾക്ക് മുന്നേ, എന്റെ ഒരു ഓർമ്മയാണെങ്കിൽ കുറെ വർഷം മുന്നേ നടത്തിയെന്നാണ്. റീസെന്റ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അവര് അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടും കണ്ടില്ല. ഈവൻ യൂട്യൂബിൽ പോലും ഞാൻ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. സപ്പോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ യൂട്യൂബിലെങ്കിലും മിൽമയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് ലിങ്ക് തരൂ, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും കാലമായി എന്നാ എന്റെ ഓർമ്മ. അതായത് കുറെ വർഷം, ഏകദേശം 10 വർഷത്തിന് എന്റെ ഒരു ഓർമ്മയിൽ ഒരു 2020 ബിഫോർ ആണ്. സത്യമായിട്ടും നിഖിൽ എനിക്ക് കറക്റ്റ് ആ ഒരു ഇയർ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കുറച്ചു നാൾ മുൻപാണെന്നുള്ളത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോ ഒന്ന് എന്തായാലും കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് ഡൗട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാ ക്ലാസ്സിന്റെയും PDF ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അത് മാക്സിമം ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യൂ. അപ്പൊ ഷുവറായിട്ട് കിട്ടും. നമുക്ക് ഇനി അടുത്ത ഒരു കംപ്ലീറ്റ് റിവിഷനുമായിട്ട്
കൂടി കാണാം കേട്ടോ. അപ്പൊ കൃത്യമായി പഠിച്ചോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം കണക്ട് ചെയ്യൂ. മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ മാക്സിമം തരാം. ഓക്കെ, ബൈ. എന്റെ പേരറിയോ നിങ്ങൾക്ക്? ഞാൻ എപ്പോഴും ചോദിക്കണം വിചാരിക്കും. എന്റെ പേരറിയാമോ? ആ, ഓക്കെ, താങ്ക് യു. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാതല്ലേ തുടങ്ങാം, അതുകൊണ്ട് ചോദിച്ചു. ബൈ, ഗുഡ് നൈറ്റ്.